ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ദ ബിഗിനിങ് ആഫ്റ്റർ ദ എൻഡിൻ്റെ സീസൺ 1 5-ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ എന്തായാലും കഥയിലേക്ക് കിടക്കാം. അപ്പോൾ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ആർത്തറിനെ എലിനോർ കിണ്ടത്തിലെ കുറേ സോൾജേഴ്സ് പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ ചിന്തിക്കുന്നുണ്ട്, ടെസ്സിയുടെ വീട് എലിനോർ കിണ്ടത്തിലായിരുന്നു, എന്നിട്ടും ഞാൻ അവളെ വിശ്വസിച്ചു. പക്ഷേ എന്നിട്ട് നമ്മുടെ ആർത്തർ ടെസ്സിയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ടെസ്സിയെ ആർത്തറിനൊരു പരിചയമില്ലാത്ത ആളുടെ പോലെയാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു സോൾജർ പറയുന്നുണ്ട്, ആ മനുഷ്യനെ കൊല്ല്. അപ്പം നമ്മുടെ ആർത്തർ അവനോട് ടെസ്സിയെ മുമ്പ് പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ട്. ആർത്തർ, നമ്മളിത്ര ഫ്രണ്ട്സ് ആയില്ലേ, അതുകൊണ്ട് ഞാൻ നിന്നെ ആർത്തി എന്ന് വിളിക്കട്ടെ. എന്നിട്ട് നമ്മുടെ ആർത്തർ ചിന്തിക്കുന്നുണ്ട്, ഞാൻ ആ വാക്കുകളെല്ലാം എങ്ങനെ വിശ്വസിച്ചു എന്ന കാര്യം എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു സോൾജർ പറയുന്നുണ്ട്, ആ മനുഷ്യനെ കൊന്നുകളയി. അപ്പോൾ ടെസ്സിയെ പെട്ടെന്ന് പറയുന്നുണ്ട്, വേണ്ട, ആർത്തിയെ കൊല്ലരുത്. അപ്പോൾ ആ സോൾജർ പറയുന്നുണ്ട്, അവൻ ഡേഞ്ചറസ് ആണ്, അവൻ്റെ ഒരു മനുഷ്യനാണ്. അപ്പോൾ ടെസ്സിയെ പറയുന്നുണ്ട്, മറ്റുള്ള മനുഷ്യരെ പോലെ ഡേഞ്ചറസ് അല്ല ആർത്തി, അവൻ എൻ്റെ ജീവൻ രക്ഷിച്ചു. അപ്പോൾ ആ സോൾജർ ആർത്തറിനെ നോക്കി പറയുന്നുണ്ട്, നീ ഇവളെ രക്ഷിച്ചു എന്ന് പറഞ്ഞു പറ്റിച്ചിട്ട് അവളെ ബ്രെയിൻ വാഷ് ചെയ്യായിരുന്നല്ലേ. അപ്പോൾ അവിടേക്ക് ഒരാൾ വരുന്നുണ്ട്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, ആ മനുഷ്യനെ വെറുതെ വിട്ടേക്ക്. അപ്പോൾ നമ്മുടെ ടെസ്സി അയാളെ മുത്തശ്ശ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ആർത്തറിന് മനസ്സിലാവുന്നത് ഇത് അവളുടെ മുത്തശ്ശനാണെന്ന കാര്യം. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ ഈ എലിനോർ കിണ്ടത്തിൻ്റെ മുമ്പത്തെ രാജാവായിരുന്നു, എൻ്റെ പേര് വിരിയോൺ എറാലിത്ത്. എൻ്റെ പേരക്കുട്ടിയെയും എലിനോറിലെ രാജകുമാരിയെയും രക്ഷിച്ചതിന് നന്ദി എന്ന് അയാൾ ആർത്തറിനോട് പറയുന്നു. അപ്പോഴാണ് നമ്മുടെ ആർത്തറിന് മനസ്സിലാവുന്നത് ടെസ്സി ഒരു രാജകുമാരിയാണെന്ന കാര്യം. അപ്പോൾ നമ്മുടെ ആർത്തർ ചിന്തിക്കുന്നുണ്ട്, ഇവളൊരു രാജവംശമാണ് എന്നതിനുള്ള ഒരു തെളിവ് പോലും എനിക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ അവിടേക്ക് നമ്മുടെ ടെസ്സിയുടെ അച്ഛനും അമ്മയും വരുന്നുണ്ട്. അപ്പോൾ ടെസ്സി അവരെല്ലാം കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ നമ്മുടെ രാജാവ് ചിന്തിക്കുന്നുണ്ട്, ഇവരാണല്ലേ എലിനോറിലെ രാജാവും രാജകുമാരിയും. അപ്പോൾ ആ രാജാവ് പറയുന്നുണ്ട്, ഒരു മനുഷ്യനല്ലേ അത്, സോൾജേഴ്സ് നിങ്ങൾ എന്ത് നോക്കിക്കാണ്, അവനെ കൊല്ല്. അപ്പോൾ ആ മുത്തച്ഛൻ പറയുന്നുണ്ട്, ഞാനാണ് അവരോട് വേണ്ടാന്ന് പറഞ്ഞത്, അവനൊരു മനുഷ്യനാണെങ്കിൽ കൂടിയും അവനാണ് നമ്മുടെ ടെസ്സിയെ രക്ഷിച്ച് ഇവിടെ എത്തിച്ചത്, അതുകൊണ്ട് അവനെ കൊല്ലാൻ കഴിയില്ല. അപ്പോൾ ടെസ്സിയെ പറയുന്നുണ്ട്, ശരിയാണ്, ആർത്തിയാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത്, അവനോട് അങ്ങനെയൊന്നും പെരുമാറരുത്, അവനെ നമ്മുടെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കണം. അപ്പോൾ നമ്മുടെ രാജാവ് പറയുന്നുണ്ട്, ഒരു മനുഷ്യനെ കൊട്ടാരത്തിലേക്കോ. എന്നിട്ട് നമ്മുടെ ടെസ്സിയ ആർത്തറിനോട് പറയുന്നുണ്ട്, വാ ആർത്തർ, നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം, അവിടെ ഞങ്ങൾക്ക് ഓരോ പാചകക്കാരുണ്ട്, അവരെനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് നിനക്ക് ഉണ്ടാക്കി തരുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവളുടെ അച്ഛനോട് ആർത്തറിനെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ രാജാവും ഓക്കെ എന്ന് പറയുന്നു. അപ്പോൾ വിരിയോൺ മുത്തശ്ശൻ ആർത്തറിനോട് പറയുന്നുണ്ട്, ബോയ്, നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പം നമ്മുടെ രാജാവ് ചിന്തിക്കുന്നുണ്ട്, അയാൾക്ക് നിഗൂഢമായ ഒരു ശക്തിയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതിനുശേഷം ആർത്തറിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ടെസ്സിയെ കൊട്ടാരത്തിലേക്ക് പോകുന്നു. ആ സ്ഥലമൊക്കെ കണ്ടിട്ട് നമ്മുടെ രാജാവ് ചിന്തിക്കുന്നുണ്ട്, ഇതാണല്ലേ എൽവിസ് താമസിക്കുന്ന എലിനോർ കിണ്ടം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എൽവിസൊക്കെ നമ്മുടെ ആർത്തറിനെ തുറച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാജാവ് ചിന്തിക്കുന്നുണ്ട്, ഞാൻ ബുക്കുകളിൽ വായിച്ച കാര്യം ശരിയാണ്, എൽവിസും ഹ്യൂമൻസും പണ്ട് നടന്ന യുദ്ധത്തിൻ്റെ പേരിൽ ഇപ്പോഴും ശത്രുത തുടരുന്നു. എന്നിട്ട് നമ്മുടെ രാജാവ് ചിന്തിക്കുന്നുണ്ട്, ഇതൊരു വിചിത്രമായ സ്ഥലം തന്നെ, ഇവളും വിചിത്രമാണ്. ആ സമയത്ത് ടെസ്സിയുടെ മുഖം അങ്ങനെ ആവാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഇനി എന്ത് ചെയ്യുകയാണെങ്കിലും എല്ലാം ജാഗ്രതയോടെ ചെയ്യണം എന്ന് നമ്മുടെ രാജാവ് ചിന്തിക്കുന്നു. അപ്പോൾ നമ്മുടെ ആർത്തറിൻ്റെ നെഞ്ച് പിന്നെയും വേദനിക്കുന്നുണ്ട്. ആ വേദന അവനെ വിട്ട് പോയിട്ടില്ല. അങ്ങനെ ഇവർ നടന്നിരുന്നിട്ട് കൊട്ടാരത്തിരിക്കുന്നു. അപ്പോൾ കൊട്ടാരത്തിലെ സർവൻസൊക്കെ നമ്മുടെ ടെസ്സിയെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെസ്സി അവരോടെല്ലാം പറയുന്നുണ്ട്, ആർത്തറാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത്, അവന് നിങ്ങൾ മികച്ച ആതിഥ്യ മര്യാദ നൽകണം, ആർത്തർ ഒരു ചീത്ത മനുഷ്യനല്ല. എന്നിട്ട് ടെസ്സിയ ആർത്തറിനോട് ചോദിക്കുന്നുണ്ട്, ആർത്തർ, നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്, ആദ്യം ഫുഡ് കഴിക്കണോ അതോ കുളിക്കണോ അതോ കളിച്ചതിന് ശേഷം ഇത് രണ്ടും ചെയ്താൽ മതിയോ? അതിനൊക്കെ മുമ്പ് നമ്മൾ ഇതുവരെ അനുഭവിച്ച കാര്യങ്ങളൊക്കെ അവരോട് പറയാമെന്ന് ആർത്തർ പറയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ രാജാവും നടന്ന കാര്യങ്ങളെല്ലാം പറയാൻ പറയുന്നുണ്ട്. എന്നിട്ട് ഇവർ ആളിലേക്ക് മാറിയിരിക്കുന്നുണ്ട്. അപ്പോൾ ആർത്തർ മാത്രം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ടെസ്സിയ ആർത്തറിനോട് ഇരിക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ രാജാവ് പറയുന്നുണ്ട്, ഞങ്ങളെ തന്നെ പരിചയപ്പെടുത്താം, ഞാൻ ടെസ്സിയുടെ അച്ഛനും ഇപ്പോഴത്തെ എലനോയിർ രാജാവുമാണ്, എൻ്റെ പേര് അൽഡുയിൻ എറാലിത്ത്, ഇതെൻ്റെ ഭാര്യ എലനോയറിൻ്റെ രാജ്ഞി ടെസ്സിയുടെ അമ്മ മേരിയൽ എറാലിത്ത്, ഞാൻ എലനോയറിൻ്റെ മുൻ രാജാവ് വിരിയോൺ എറാലിത്ത്. അതിനുശേഷം അവിടുത്തെ രാജാവ് നടന്ന കാര്യങ്ങളെല്ലാം ആർത്തറിനോട് പറയാൻ പറയുന്നുണ്ട്. അപ്പോൾ ആർത്തർ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ആ മുത്തശ്ശി ആർത്തറിനോട് ചോദിക്കുന്നുണ്ട്, ടെസ്സിയെ കൊള്ളക്കാർ തട്ടിക്കൊണ്ട് പോയപ്പോൾ നീ എങ്ങനെയാണ് അവരിൽ നിന്ന് ടെസ്സിയെ രക്ഷിച്ചത്? അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, ഞാനൊരു കുട്ടിയാണെങ്കിലും ഞാനൊരു മേജാണ്. അപ്പോൾ രാജാവ് പറയുന്നുണ്ട്, എന്ത്, നീ നിൻ്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് അവരെ തോൽപ്പിച്ചെന്നോ? അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു സോൾജർ പറയുന്നുണ്ട്, ഒരു കൊച്ചു കുട്ടിയെ കൊണ്ട് ഇത് പറ്റുന്ന കാര്യമല്ല, നീ രാജകുമാരി ടെസ്സിയെ പറ്റിക്കാൻ നോക്കുവാണ്. അപ്പോൾ ടെസ്സിയുടെ മുത്തശ്ശി അവരോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് ടെസ്സിയെ പറയുന്നുണ്ട്, ആർത്തി പറഞ്ഞത് കള്ളമല്ല, ആ കൊള്ളക്കാരനെ വിൽക്കാൻ പോവാണെന്ന് അവർ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. അപ്പോൾ ടെസ്സിയുടെ അമ്മ അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ രാജാവ് പറയുന്നുണ്ട്, ഞാൻ നിന്നെ വിശ്വസിച്ചു. അപ്പോൾ ആർത്തർ ആ രാജാവിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഫാമിലിയുമായി വേറെ പിരിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്, അതുകൊണ്ട് എന്നെ സാപ്പിൻ കിണ്ടത്തിലേക്ക് തിരിച്ചയക്കാൻ സഹായിക്കുമോ? അപ്പോൾ രാജാവ് പറയുന്നുണ്ട്, എൽവിസ് മനുഷ്യരെ എത്രമാത്രം വെറുക്കുന്നു എന്ന് നിനക്കറിയാം, എന്നിട്ടും ഒരു മനുഷ്യൻ എന്ന നിലയിൽ നീ ഞങ്ങളോട് ഈ ഉപകാരം ചോദിക്കുകയാണോ?
അപ്പോൾ ആർത്തർ പറയുന്നുണ്ട് മനുഷ്യരെ മണ്ടന്മാരെന്ന് വിളിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന എൽഫുകൾ അവരെ പോലെ തന്നെ പെരുമാറുന്നത് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമാണ്. അപ്പോൾ ആ രാജാവ് പറയുന്നുണ്ട് മനുഷ്യരും എൽഫുകളും തമ്മിലുള്ള മുറിവുകൾ അത്ര എളുപ്പത്തിൽ മായ്ക്കാൻ പറ്റാവുന്ന ഒന്നല്ല. അപ്പോൾ നമ്മുടെ ടെസിയ രാജാവിനെ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാജാവ് പറയുന്നുണ്ട് സാപ്പിൻ കിണ്ടത്തിലേക്കുള്ള ടെലിപ്പോർട്ടേഷൻ ഗേറ്റ് 7 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന 3 ഗോത്രങ്ങളുടെ മീറ്റിങ്ങിന് മാത്രമേ തുറക്കുകയുള്ളൂ. ഇനി ആ ഗേറ്റ് ഓപ്പൺ ആവണമെങ്കിൽ 5 വർഷം കൂടി കാത്തിരിക്കണം. ഇത് കേട്ടപ്പോൾ നമ്മുടെ ആർത്തർ നിരാശനാവുന്നുണ്ട്. അപ്പോൾ രാജാവ് പറയുന്നുണ്ട് അത്രയും കാലം ഒരു മനുഷ്യനെ ഇവിടെ നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് നിന്നെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ എൻ്റെ സോൾജേഴ്സിനെ അയക്കാമെന്ന് ആ രാജാവ് പറയുന്നുണ്ട്. സോ അത് കേട്ടപ്പോൾ നമ്മുടെ ആർത്തർ സന്തോഷത്തോടെ പറയുന്നുണ്ട് അവസാനം എനിക്ക് വീട്ടിലേക്ക് പോകാം. സോ ഇപ്പോൾ വീണ്ടും നമ്മുടെ ആർത്തറിൻ്റെ നെഞ്ച് വേനിക്കുന്നുണ്ട്. അപ്പോൾ ആ രാജാവ് പറയുന്നുണ്ട് നീ ഇപ്പോൾ പോയി റെസ്റ്റ് എടുക്ക്, നാളെ നിനക്ക് വേണ്ടിയിട്ടൊരു സ്ക്വാഡ് ഞാൻ തയ്യാറാക്കാം. സോ അതിനുശേഷം നമ്മുടെ ആർത്തർ കുളിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാജാവ് ചിന്തിക്കുന്നുണ്ട് ഈ വേദന കൂടിക്കൊണ്ട് വരികയാണ്, എന്താണ് സംഭവിക്കുന്നത്? സിൽവിയ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നെ രക്ഷിക്കൂ. സോ അതിനുശേഷം അവൻ ആ മുറിയുടെ പുറത്തിറങ്ങിയിട്ട് തണുത്ത കാറ്റൊക്കെ കൊള്ളുന്നുണ്ട്. അപ്പോൾ അവൻ ചിന്തിക്കുന്നുണ്ട് ഇതിനെ ഇങ്ങനെ വിട്ടാൽ പോരാ, ഈ പെയിനിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തണം. അപ്പോഴാണ് അവൻ ടെസിയെയും അവളുടെ ഫാമിലിയെയും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അവൻ്റെ ഫാമിലി ഓർമ്മ വരുന്നുണ്ട്. റെയ്നോൾഡും ആലീസ് ഇപ്പോൾ ജീവനോടെ ഉണ്ടായിരിക്കുമോ? അവരെന്തായാലും രക്ഷപ്പെട്ട് കാണും, ഞാൻ അവരെ മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടിയാൽ ഈ 3 എൽവ്സും ചിരിക്കുന്നത് പോലെ അവരെന്നെ നോക്കി ചിരിക്കുമോ എന്നല്ല നമ്മുടെ രാജാവ് ചിന്തിക്കുന്നുണ്ട്. അപ്പോഴാണ് ടെസിയ ആർത്തറിനെ കാണുന്നത്. അപ്പോൾ അവൾ ആർത്തറിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. അപ്പോൾ ആർത്തർ ചോദിക്കുന്നുണ്ട് ഞാൻ രാജകുമാരിയുടെ സമയം കളയാൻ ഇടപെട്ടോ? അപ്പോൾ അവൾ പറയുന്നുണ്ട് എന്നെ കളിയാക്കരുത്, സോറി ആർത്തർ, എൻ്റെ മാതാപിതാക്കൾ നിന്നോട് അങ്ങനെ പെരുമാറിയതിന്. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട് അത് കുഴപ്പമില്ല, അവർക്ക് നിന്നോട് സ്നേഹമുള്ളതുകൊണ്ടാണ് അവരെന്നോട് അങ്ങനെ പെരുമാറിയത്. അപ്പോൾ ഇനി മുതൽ നീ ഒരു രാജകുമാരിയെ പോലെ പെരുമാറണം. അപ്പോൾ അവൾ പറയുന്നുണ്ട് എന്നെ വീണ്ടും കളിയാക്കരുത് ആർത്തർ. എന്നിട്ട് അവൾ പറയുന്നുണ്ട് നീ നിൻ്റെ മാതാപിതാക്കളുടെ ഒപ്പം ഉണ്ടാകുമ്പോൾ നിനക്കും ഇതുപോലത്തെ അനുഭവം ഉണ്ടാകും ആർത്തർ. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട് എൻ്റെ മാതാപിതാക്കൾ എന്നെ വീണ്ടും കണ്ടാൽ അവർ സന്തോഷിക്കുമോ? അവരെന്നെ മിസ് ചെയ്തിട്ടുണ്ടാവുമോ? അപ്പോൾ ടെസിയ അവൻ്റെ കവിള് പിടിച്ച് പറയുന്നുണ്ട് ഉറപ്പായിട്ടും നിൻ്റെ ഫാമിലി നിന്നെ മിസ് ചെയ്യുന്നുണ്ടാവും. നീ വീട്ടിലേക്ക് പോകുന്നത് മുതൽ ഞാൻ നിന്നെ മിസ് ചെയ്യുന്നുണ്ട് ആർത്തർ എന്നവൾ പറയുന്നുണ്ട്. സോ ഇത് കേട്ടപ്പോൾ നമ്മുടെ ആർത്തർ ടെസിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ സ്ഥലത്ത് കുറേ മിന്നാമിനികളെ കൊണ്ട് നിറയുന്നുണ്ട്. അപ്പോൾ ടെസിയ പറയുന്നുണ്ട് ഇതിനെ വിളിക്കുന്നത് ഫയർഫ്ലൈ ബെൽ ഫ്ലവേഴ്സ് എന്നാണ്. അപ്പോൾ ആ മിന്നാമിന്നികളുടെ തിളക്കത്തിലൂടെ അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ രൂപം അവൻ കാണുന്നുണ്ട്. അപ്പോൾ അവൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഞാൻ എന്തിനോടാണ് യുദ്ധം ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ ആർത്തർ വീണ്ടും അവനെ മറ്റേ സോൾജേഴ്സൊക്കെ പിടിച്ചപ്പോണ്ടായിരുന്ന ടെസിയുടെ മുഖം ഓർക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ചിന്തിക്കുന്നുണ്ട് ഞാനിപ്പോൾ എന്താണ് കണ്ടത്? ഇരുട്ടിൽ മൂടിയ എൻ്റെ ഭൂതകാലത്തോട് ഞാൻ പോരാടുകയായിരുന്നു. എന്ത് പൊട്ടത്തരമായ കാര്യമാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് അവൻ ടെസിയോട് സോറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടെസി അത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്കും ഈ പൂക്കളെ ഇഷ്ടമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആരോ ടെസിയെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആർത്തർ അത് തടയുന്നു. എന്നിട്ട് ആ അറ്റാക്ക് ചെയ്ത ആളെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് ടെസിയെ അറ്റാക്ക് ചെയ്തത് അവളുടെ മുത്തശ്ശൻ തന്നെയായിരുന്നു. എന്നിട്ട് അവൻ അയാളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ സ്വന്തം കൊച്ചുമകളെ കൊല്ലാൻ ശ്രമിക്കുന്നത്? അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ കൊല്ലാൻ ശ്രമിച്ചെന്നോ, അതും ഇതുപോലൊരു സാധനം വെച്ചിട്ട്. അപ്പോൾ അവൻ കയ്യിലേക്ക് നോക്കുമ്പോൾ അത് വെറും മിന്നാമിനിങ് മാത്രമായിരുന്നു. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് നീ അത് വേഗത്തിൽ തടഞ്ഞു, എന്നിട്ട് നീ തിരിച്ചടിച്ചു. അപ്പം നീ ശരിക്കും ആ കൊള്ളക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്തല്ലേ? അപ്പോൾ ആർത്തർ ചോദിക്കുന്നുണ്ട് അത് ഉറപ്പ് വരുത്താനാണോ നിങ്ങളിങ്ങനെ ചെയ്തത്? അപ്പോൾ ടെസിയ പറയുന്നുണ്ട് ആർത്തറിനെ സംശയിക്കുന്നത് ഇനിയെങ്കിലും മതിയാക്ക്. ആർത്തർ നിങ്ങൾ ഹേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ഹ്യൂമൺ അല്ല, അത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ ആർത്തറിനോട് ഇങ്ങനൊന്നും ചെയ്യാൻ വന്നതല്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ്റെ മാല ഉപയോഗിച്ചുകൊണ്ട് ഒരു മരത്തിൻ്റെ സോഡ് പുറത്തെടുക്കുന്നു. എന്നിട്ടത് ആർത്തറിന് കൊടുക്കുന്നു. ആ സ്ഥലത്ത് നിന്ന് ടെസിയെ അങ്ങോട്ട് മാറ്റുന്നുണ്ട്. എന്നിട്ട് ആർത്തറിനോട് ഫൈറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആർത്തർ എത്ര ശ്രമിച്ചിട്ടും മുത്തശ്ശനൊന്ന് തൊടാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ മുത്തശ്ശൻ ആർത്തറിൻ്റെ കയ്യിലുണ്ടായിരുന്ന മരത്തിൻ്റെ സോഡ് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു പീസ് ടെസിയുടെ ദേഹത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ മറ്റേ പീസ് കൊണ്ട് അത് തട്ടി മാറ്റുന്നു. എന്നിട്ട് രണ്ടുപേരും അവരവരുടെ മാന ഉപയോഗിച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നു. സോ അതിൽ നമ്മുടെ ആർത്തറിനും പിടിച്ചു നിൽക്കാൻ പറ്റാതെ തെറിച്ച് വീഴുന്നുണ്ട്. എന്നിട്ട് അവൻ വീണ സ്ഥലത്ത് നിന്ന് ഓടി വന്നിട്ട് മുത്തശ്ശൻ്റെ നെറ്റിയിൽ തൊടുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അവൻ ഒരു വട്ടം എന്നെ ഇടിച്ചു. ശരി, എന്നാൽ രണ്ടാമത്തെ റൗണ്ടിൽ കിടക്കാം. അപ്പം നമ്മുടെ ടെസിയ മുത്തശ്ശനെ പിച്ചുന്നു. മതി ഫൈറ്റ്, ഇനി അവനെ വെറുതെ വിടുമെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട് നിങ്ങളുടെ ഒപ്പം ഫൈറ്റ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് അഭിമാനമുണ്ട്. നിങ്ങളെന്നെ അമിതമായി വിലയിരുത്തുന്നത് എനിക്ക് ബഹുമതിയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് നീ ശരിക്കും അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ നീ എൻ്റെ ശിഷ്യനാകൂ കുട്ടി. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട് നിങ്ങൾ സത്യമായിട്ടാണോ പറയുന്നത്? അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ നിന്നോട് തമാശ പറഞ്ഞതുപോലെയാണോ നിനക്ക് തോന്നിയത്? അപ്പോൾ ആർത്തർ പറയുന്നുണ്ട് എനിക്ക് സുഖമാണെന്ന കാര്യം എൻ്റെ മാതാപിതാക്കളെ അറിയിക്കാനുള്ള ഒരു അവസരം എനിക്കിതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് നിനക്ക് അതിനുള്ള അവസരം ലഭിച്ചാലോ? അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ആർത്തറിൻ്റെ നെഞ്ച് പിന്നെ വേനിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് എനിക്കതറിയാം, നീ ഒരു ബീസ്റ്റിൻ്റെ ശക്തി ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ശിഷ്യനാകൂ കുട്ടി, അല്ലെങ്കിൽ നീ മരിക്കും. സോ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ 5ാമത്തെ എപ്പിസോഡ് കഴിയാണ്. ഇനി 6ാമത്തെ എപ്പിസോഡ് കാണാം.